വിഴിഞ്ഞം കരാറിലെ CAG റിപ്പോർട്ടിനെ ചൊല്ലി KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സുധീരനും മുരളീധരനും തമ്മിൽ രൂക്ഷമായ വാക്പോര്. കരാറിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലെന്ന് VM സുധീരൻ. എങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കാത്തത് എന്ത് എന്ന് K മുരളീധരൻ. CAG റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണ് എന്ന് MM ഹസനും പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടായിരുന്നു KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. വിഷയം VD സതീശനാണ് യോഗത്തിൽ ഉന്നയിച്ചത്. UDF സർക്കാർ കൊണ്ടുവന്ന കേരളത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ക്രെഡിറ്റിന് പകരം പഴികേൽക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. ഈ സമയത്താണ് ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VM സുധീരൻ സംസാരിച്ചത്. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച രാഷ്ട്രീയകാര്യ സമിതിയിലോ KPCCയിലോ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ മാത്രം ചർച്ച ചെയ്ത് കരാർ ഒപ്പിടുകയായിരുന്നു. ഇതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും VM സുധീരൻ ആഞ്ഞടിച്ചു. എന്തുകൊണ്ട് അന്ന് രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാൻ KPCC പ്രസിഡന്റ് കൂടിയായിരുന്ന VM സുധീരൻ തയ്യാറായില്ലെന്ന് തുടർന്ന് സംസാരിച്ച K മുരളീധരൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ തലസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ച കാര്യം ആരും മറക്കേണ്ടെന്നും മുരളീധരൻ സുധീരന് മറുപടി നൽകി. ഇതിനെ തുടർന്ന് അല്പനേരം സുധീരനും K മുരളീധരനും തമ്മിൽ വാക്പോര് നടന്നു. കരാറിൽ അഴിമതിയുണ്ടെങ്കിൽ കരാർ റദ്ദു ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ടെന്ന് മറുപടിയായി ഉമ്മൻചാണ്ടി യോഗത്തെ അറിയിച്ചു. വിഷയം ചർച്ച ചെയ്തില്ലെന്ന കാര്യം KPCC പ്രസിഡന്റ് MM ഹസൻ വാർത്താസമ്മേളനത്തിൽ സമ്മതിച്ചു. പാർട്ടിക്കകത്ത് പ്രത്യേകമായ ചർച്ചയൊന്നും നടന്നിട്ടില്ല. വിഴിഞ്ഞം കരാറിൽ അഴിമതിയുണ്ടെങ്കിൽ അത് റദ്ദാക്കി പുതിയ കരാർ ഒപ്പിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ഹസൻ ആവശ്യപ്പെട്ടു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയി കേസ് CBIക്ക് വിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യം ജിഷ്ണുവിന്റെ പിതാവിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ജിഷ്ണു പ്രണോയ് കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയിരുന്നു. നേരത്തെ DGPക്കും ഈ ആവശ്യമുന്നയിച്ച് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസ് അന്വേഷണം CBIക്ക് വിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യം ജിഷ്ണുവിന്റെ പിതാവിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CBI അന്വേഷണം അദ്ദേഹം DGPയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പത്രവാർത്തയുണ്ടായിരുന്നു. അങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ DGPയോട് ഞാൻ അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് CBIക്ക് വിടുന്നതാണ് നല്ലത്. അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ, നിങ്ങൾ CBIക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, എന്താണ് സ്ഥിതി എന്ന് ഞാൻ അന്വേഷിച്ചോട്ടോ, വിട്ടോ വിട്ടില്ലേ എന്നുള്ളത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. വിടുന്നതിന് തടസ്സമില്ലാന്ന് ഞാൻ പറഞ്ഞു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയാണ് ജിഷ്ണുവിന്റെ പിതാവ് അശോകൻ മുഖ്യമന്ത്രിയെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണം ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർക്ക് നേരെയുള്ള വധശ്രമമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം അതീവ ഗൗരവതരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി സന്ദർശിച്ചു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ബോംബേറ് ജില്ലാ സെക്രട്ടറി P മോഹൻ മാസ്റ്ററെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംഭവം അതീവ ഗൗരവതരമാണ്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. CPIMനെ പോലൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ കൊലപ്പെടുത്തുന്നൊരു സംഭവം നടന്നാൽ, അതാണല്ലോ ഉദ്ദേശം, അങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് നാട്ടിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കും. അപ്പോൾ അതുപോലൊരു സംഭവമാണ് പ്ലാൻ ചെയ്ത് നടന്നത്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഗൗരവമായ അന്വേഷണമാണ് നടക്കുന്നത്. പാർട്ടി ഓഫീസുകൾക്കും വീടുകൾക്കും നേരെ അക്രമം അരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സീതാറാം യെച്ചൂരിക്ക് നേരെ അക്രമം നടന്നില്ലെന്ന് പറയുന്ന കുമ്മനത്തിന്റെ വാക്കുകൾ ആരും ഇപ്പോൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും പിണറായി പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച അദ്ദേഹം മോഹനൻ മാസ്റ്ററോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ന്യൂനപക്ഷങ്ങളെ CPM സംരക്ഷിക്കുന്നതാണ് RSSനെ പ്രകോപിപ്പിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ കലാപമുണ്ടാക്കാനാണ് RSS ശ്രമിക്കുന്നത്. കേരളത്തിലെ ആക്രമണങ്ങൾ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും കോടിയേരി. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി പ്രവർത്തകന്മാർ ഏർപ്പെടാൻ പാടില്ല. ഇത്തരത്തിലൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി CPIM തന്നെ മുൻകൈ എടുക്കണം. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൻ്റെ തീരുമാനപ്രകാരമുള്ള തുടർ നടപടികൾ CPM സന്നദ്ധമാണ്. അത് സംബന്ധിച്ച് ആ യോഗത്തിൽ അന്നുണ്ടായ ധാരണയുടെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
DGP TP സെൻകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ASI അനിൽകുമാറിനെ ഉടൻ തിരികെ അയക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവ്. എവിടെയാണോ അനിൽകുമാർ ജോലി ചെയ്തിരുന്നത് അവിടേക്ക് തിരിച്ചു പോകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സർക്കാർ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കണമെന്നും DGPയോട് നിർദ്ദേശിച്ചു. അനിൽകുമാറിനെ മാറ്റാൻ സർക്കാർ നേരത്തെയും നിർദ്ദേശിച്ചുവെങ്കിലും കൂടെ നിർത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് TP സെൻകുമാർ കത്ത് നൽകിയിരുന്നു. എന്നാൽ സെൻകുമാറിന്റെ ആവശ്യം തള്ളിക്കൊണ്ടുള്ളതാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. ശ്രീവത്സം ഗ്രൂപ്പിന് 400 കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യമുള്ളതായി കണ്ടെത്തി. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിള്ളയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിലായി നാഗാലാൻഡിൽ മാത്രം 28 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായി പരിശോധനയിൽ വ്യക്തമായി. ഈ അക്കൗണ്ടുകൾ വഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നാഗാലാൻഡ്, ബംഗളൂരു, ദില്ലി, പന്തളം, തിരുവനന്തപുരം തുടങ്ങി 30 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇവയുടെ പ്രാഥമിക പരിശോധനയിലാണ് 400 കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യം ശ്രീവത്സം ഗ്രൂപ്പിനുള്ളതായി വ്യക്തമായത്. വൻകിട വ്യാപാര സ്ഥാപനങ്ങളുടെയും കോടികളുടെ ഭൂമി ഇടപാടുകളുടെയും സംബന്ധിച്ച രേഖകൾ, വസ്തുക്കരാറിന്റെ രേഖകൾ, ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകൾ എന്നിവയായിരുന്നു പിടിച്ചെടുത്തത്. രേഖകളുടെ പരിശോധന തുടരുകയാണ്. പരിശോധന പൂർത്തിയാകുന്നതോടെ മാത്രമേ കണക്കിൽപ്പെടാത്ത സ്വത്ത് സംബന്ധിച്ച് യഥാർത്ഥ ചിത്രം പുറത്തുവരൂ. കള്ളപ്പണം വെളുപ്പിക്കൽ പദ്ധതി പ്രകാരം തനിക്ക് 50 കോടിയുടെ അനധികൃത സ്വത്തുള്ളതായി MKR പിള്ള ആദായനികുതി വകുപ്പിനെ അറിയിച്ചിരുന്നു. പരിശോധന ആരംഭിച്ചതോടെ അത് 100 കോടിയെന്ന് സമ്മതിച്ചതായും പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിള്ളയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പിള്ളയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിലായി 28 അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തി. നാഗാലാൻഡിൽ മാത്രം പിള്ളയ്ക്ക് 20 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇതുവഴി കോടികളുടെ ഇടപാടുകൾ നടന്നതായും വ്യക്തമായിട്ടുണ്ട്. നാഗാലാൻഡിലെ അഡീഷണൽ SP മാത്രമായിരുന്ന MKR പിള്ളയ്ക്ക് ഇത്ര ഭീമമായ സമ്പാദ്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിലപാട്. രേഖകളുടെ പരിശോധന പൂർത്തിയായാൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശ്രീവത്സം ഗ്രൂപ്പ് റെയ്ഡിന് പിന്നിൽ BJP ആണ് എന്ന് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ കോൺഗ്രസ് നേതാവ് NK വിജയൻ. മാരാർജി ഭവന് ഫണ്ട് നൽകാത്തതാണ് പകപോക്കലിന് കാരണമെന്നും NK വിജയന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും പ്രമുഖ നേതാവുമായ വ്യക്തിക്കെതിരെ ശ്രീവത്സവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് BJP നേതൃത്വത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രംഗത്ത് വന്നത്. ഹരിപ്പാട് നഗരസഭാ വൈസ് ചെയർമാൻ കൂടിയായ MK വിജയൻ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ്. BJPയുടെ മാരാർജി ഭവന് 5 കോടി രൂപ കൊടുക്കാതിരുന്നതാണ് ശ്രീവത്സത്തിനെതിരെ ആദായനികുതി വകുപ്പിനെ കൊണ്ട് അന്വേഷണം നടത്താൻ കാരണമായതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവന് കാശ് ചോദിച്ചാൽ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള പ്രശ്നമാണെന്ന് പറയുന്നത് ആണല്ലേ എന്നിങ്ങനെ കേൾക്കുന്നു. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഇവര് തിരുവനന്തപുരത്ത് കണ്ടിട്ട് മാരാർ ഭവൻ കണ്ട് പണിയുന്നില്ലേ, അതിന്റെ പണം ചോദിച്ചതിനൊക്കെ അത് കുറഞ്ഞു പോയി എന്നുള്ളതാണ് ആക്ഷേപം എന്നാ പറയുന്നത് എന്ന് കേൾക്കുന്നത്. ആളുകൾ പറയുന്നല്ല, നമുക്ക് അതിനൊരു വിശ്വാസ്യത പോലെ. രമേശ് ചെന്നിത്തലയുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും അത് സ്വാഭാവിക ബന്ധമാണെന്നും ഇദ്ദേഹം പറയുന്നു. കോൺഗ്രസിനെതിരെയുള്ള ആരോപണം വഴിതിരിച്ചുവിടാനാണ് ഇപ്പോൾ BJPയെ പിടിച്ചിരിക്കുന്നതെന്നാണ് BJP നേതൃത്വം പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശ്രീവത്സം ഗ്രൂപ്പുമായി UDFനും UDFിലെ ഒരു മുൻ മന്ത്രിക്കും ബന്ധമുണ്ടെന്ന് ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്ന ആരോപണം സമൂഹത്തിൽ സൃഷ്ടിച്ച സംശയം ദൂരീകരിക്കുന്നതിന് CBIയെ കൊണ്ടോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ടോ സമഗ്രമായി അന്വേഷിപ്പിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. UDFിലെ ഒരു മുൻ മന്ത്രിക്ക് ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന ആരോപണം ദുഷ്ടലാക്കോടെയാണ്. UDFിലെ മുൻ മന്ത്രിമാരെ എല്ലാം സംശയത്തിന്റെ നിഴലിലാക്കി രക്ഷപ്പെടാനാണ് CPIയുടെ ശ്രമമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നാഗാലാൻഡ് മുൻ അഡീഷണൽ SP മാത്രമായിരുന്ന ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ MKR പിള്ളയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖനാണ് പിന്തുണ നൽകുന്നത് എന്നാണ് വിവരം. സർവീസിൽ നിന്നും വിരമിച്ച ശേഷവും സുപ്രധാന പദവിയിലിരിക്കുന്ന പിള്ളയ്ക്ക് അഴിമതി നടത്താനും ബനാമി വ്യവസായത്തിനും കോൺഗ്രസ് നേതൃത്വം വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. 2003 പിള്ള ശ്രീവത്സം ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. വസ്ത്രശാലയും സ്വർണ്ണക്കടയും ഒക്കെ കോടികളുടെ ആസ്തിയുള്ള വ്യവസായ ഗ്രൂപ്പായി ശ്രീവത്സം പെട്ടെന്ന് മാറി. പിന്നീട് ഇങ്ങോട്ട് ആദായനികുതി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തിയ കോടികളുടെ വെട്ടിപ്പ് ചെറിയൊരു കണക്കു മാത്രമേ ആകാൻ സാധ്യതയുള്ളൂ. 50 കോടി രൂപയുടെ അനധികൃത സ്വത്ത് 2015 ആദായനികുതി വകുപ്പിന് മുന്നിൽ പിള്ള വെളിപ്പെടുത്തിയെങ്കിൽ ആദ്യ പരിശോധനയിൽ 150 കോടിയുടെ വെട്ടിപ്പാണ് ആദായനികുതി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പിള്ളയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ വെട്ടിപ്പിന്റെ കണക്ക് കൂടുകയേ ഉള്ളൂ. രാഷ്ട്രീയ മേഖലയിലെ പിടിപാടാണ് പിള്ളയെ കോടീശ്വരനാക്കിയത്. നാഗാലാൻഡിലും കേരളത്തിലും രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ശ്രീവത്സം ഗ്രൂപ്പ് ബിനാമി ഇടപാട് നടത്തുന്നതിന്റെ രേഖകളും ആദായനികുതി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. നാഗാലാൻഡ് മുൻ അഡീഷണൽ SP മാത്രമായിരുന്ന MKR പിള്ളയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വെള്ളവും വളവും ഒഴിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമുഖനാണ്.
ഈ പ്രശ്നങ്ങൾക്കിടയിലും കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസിൽ വന്ന പിള്ള വളരെ സന്തോഷവാനായിരുന്നെന്നും തന്നെ ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറഞ്ഞെന്നും കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണ ഉള്ളതിനാലാണെന്ന് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. RSS ആക്രമണങ്ങളെ ജനാധിപത്യപരമായി നേരിടുമെന്ന് സീതാറാം യെച്ചൂരി. കോൺഗ്രസുമായി യാതൊരുവിധ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനോ കൂട്ടുകെട്ടിനോ ധാരണയില്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. In the Congress, we have said that there can be no electoral understanding or alliance with the Congress. That is a decision that our party Congress has taken, and that is the decision that will be the party's decision. Till we meet in the next Congress, and then the next Congress will decide. But so that on that there is no change. തൃശൂർ കോസ്ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ EMS സ്മൃതി ദേശീയ സംവാദത്തിന് തുടക്കമായി. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലിക വായന എന്ന വിഷയത്തിലുള്ള സംവാദം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിക്കും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച തൃശൂരിൽ നടക്കുന്ന 19ാമത് EMS സ്മൃതി സെമിനാറുകളുടെ ഉദ്ഘാടനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിച്ചു. ഒക്ടോബർ വിപ്ലവത്തിന്റെ സമകാലിക വായന എന്ന വിഷയത്തിലുള്ള ദേശീയ സംവാദത്തിൽ സീതാറാം യെച്ചൂരി മുഖ്യപ്രഭാഷണം നടത്തി. That is the Worker Peasant Alliance transforming itself into socialism. How does the peasantry move from the petty bourgeois class character into the actual working class character? During the Soviet Union, big debates took place on how the surplus should be extracted from agriculture to build industry. That's what happens in every society. ബേബി ജോണിന്റെ അനുബന്ധ പ്രഭാഷണത്തിന് ശേഷം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. കേരളം പിന്നിട്ട 60 ആണ്ടുകൾ മുന്നോട്ടുള്ള പാത എന്ന വിഷയം ഡോക്ടർ തോമസ് ഐസക്ക, MP സുകുമാരൻ നായർ, ഡോക്ടർ സുനിൽ P. ഇളയിടം എന്നിവർ അവതരിപ്പിച്ചു. സാമ്രാജ്യത്വത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാത് പട്നായിക്, ഡോക്ടർ KN ഗണേശ് എന്നിവർ പ്രഭാഷണം നടത്തും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള ബദലിന്റെ ശക്തിയും യുക്തിയും എന്ന വിഷയം കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കശാപ്പ് നിരോധനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഗർഭിണികൾക്ക് നേരെ. ഗർഭിണികൾക്ക് മാംസ ആഹാരവും സെക്സും വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശം. ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ ബുക്ക്ലെറ്റിലാണ് കേന്ദ്രത്തിന്റെ ഉപദേശം. അന്താരാഷ്ട്ര യോഗ ദിനമായ ജൂൺ 21 മുന്നോടിയായി ആയുഷ് മന്ത്രാലയം അമ്മമാർക്കും കുട്ടികളുടെ പരിചരണത്തിനുമായി പുറത്തിറക്കിയ ബുക്ക്ലെറ്റിലാണ് ഗർഭിണികൾക്കുള്ള ഉപദേശങ്ങൾ. ഗർഭിണികൾ മാംസം കഴിക്കരുത്, ഗർഭകാലയളവിൽ ശാരീരിക ബന്ധവും പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടാൻ ഭോഗം, കാമം, ക്രോധം, വെറുപ്പ് എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണം. മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. നല്ല ആളുകൾക്കൊപ്പം മാത്രം സമയം ചിലവഴിക്കുക. ആത്മീയ ചിന്തകളിൽ വ്യാപൃതരാവുക. മുറികളിൽ മനോഹര ചിത്രങ്ങൾ തൂക്കിയിടുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഗർഭിണികൾക്കായുള്ള സർക്കാർ ബുക്ക്ലെറ്റിലുണ്ട്. മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കണമെന്നും ശാന്തരായിരിക്കണമെന്നും സർക്കാരിന്റെ ലഘുലേഖ ഗർഭിണികളെ ഉപദേശിക്കുന്നു. കശാപ്പ് നിരോധന ഉത്തരവിന് പിന്നാലെയാണ് ഗർഭിണികൾക്കുള്ള വിവാദ വിചിത്ര നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരുന്നത്. കശാപ്പ് നിരോധന ഉത്തരവ് ഭേദഗതി ചെയ്യുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഹർഷവർദ്ധനും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് ആരോഗ്യമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയ ദിവസം തന്നെയാണ് വിവാദ നിർദ്ദേശങ്ങളുമായി ആയുഷ് വകുപ്പിന്റെ ഉപദേശങ്ങൾ. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഖത്തറിനെതിരായ വ്യോമ ഗതാഗത നയത്തിൽ UAE ഇളവ് വരുത്തി. ഖത്തർ സർക്കാരിന്റേതല്ലാത്ത വിമാനങ്ങൾക്ക് UAEയുടെ വ്യോമമേഖല ഉപയോഗിക്കാം എന്ന് അധികൃതർ വ്യക്തമാക്കി. വിലക്കേർപ്പെടുത്തിയ ഹ്രസ്വ ചിത്രങ്ങൾ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിച്ച SFI, കശ്മീർ, രോഹിത് വെമുല, JNU എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ് രാജ്യാന്തര ഹ്രസ്വ ഡോക്യുമെന്ററി മേളയിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും കേന്ദ്രം വിലക്കിയത്. ഫാസിസത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണെന്ന് ഉണ്ണിയാറും വിധു വിൻസെന്റും പ്രതികരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ച 3 ചിത്രങ്ങളെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുക എന്ന നടപടിക്കാണ് SFI തുടക്കം കുറിച്ചത്. രോഹിത് വെമുല, കശ്മീർ സംഘർഷം, JNU വിദ്യാർത്ഥി സമരം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹ്രസ്വ ചിത്രങ്ങൾക്ക് രാജ്യാന്തര ഹ്രസ്വ ഡോക്യുമെന്ററി മേളയിൽ പ്രദർശിപ്പിക്കുന്നതിനാണ് കേന്ദ്രം വിലക്കേർപ്പെടുത്തിയത്. ഇത് മറികടന്നുകൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കശ്മീരിലെ സംഘർഷാവസ്ഥയും അവിടുത്തെ യുവാക്കളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് കാണിക്കുന്ന NC ഫസലിന്റെ ഇൻ ദി ഷെയ്ഡ് ഓഫ് ഫോളൻ ചിനാർ പ്രദർശിപ്പിച്ചു. ഫാസിസത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണെന്നും അതാണ് ജനാധിപത്യമെന്നും തിരക്കഥാകൃത്ത് ഉണ്ണിയാറും രാഷ്ട്രീയപരമായ ജാഗ്രതയില്ലായ്മ മൂലമാണ് ഫാസിസം നുഴഞ്ഞുകയറി സ്ഥാനം പിടിക്കുന്നതെന്ന് സംവിധായിക വിധു വിൻസെന്റും ചടങ്ങിൽ പ്രതികരിച്ചു. ഫാസിസത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുവാനുള്ളതാണ്, അത് അനുസരിക്കാനുള്ളതല്ല.
ഈ അനുസരണക്കേട് കാട്ടിക്കൊണ്ട് നിങ്ങൾ ഈ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ രാഷ്ട്രീയമായ ജാഗ്രതയില്ലായ്മയുടെയും നമ്മുടെ ഒഴിഞ്ഞുമാറലുകളുടെയും നമ്മുടെ അലസതകളുടെയും പുറത്താണ്, അല്ലെങ്കിൽ ഇതിനുള്ളിൽ കൂടി നുഴഞ്ഞു കയറിയാണ് ഇന്ന് ഈ നിരോധനങ്ങൾ നമ്മുടെ തലയ്ക്കുമേൽ വരുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ ഈ 3 ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററിയും പ്രദർശിപ്പിക്കും. രോഹിത് വെമുലയുടെ മരണവും തുടർന്ന് സാമൂഹ്യനീതിക്ക് വേണ്ടിയുണ്ടായ പോരാട്ടവും പ്രതിപാദിക്കുന്ന PN രാമചന്ദ്രയുടെ ദി അൺബെയറബിൾ ബീങ് ഓഫ് ലൈറ്റ്നസ്, JNUവിലെ വിദ്യാർത്ഥി സമരവും അതിനു പിന്നിലെ കാരണവും തേടുന്ന കാത്തു ലൂക്കോസിന്റെ മാർച്ച് 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 എന്നിവയുമാണ് മറ്റു ചിത്രങ്ങൾ. ചിത്രങ്ങളുടെ സംവിധായകരെ കൂടി ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് SFI തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നലിംഗക്കാർക്കായി സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിന്റെ മെഗാ ഫൈനൽ ഈ മാസം 15-ന് നടക്കുമെന്ന് സംഘാടകർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് ക്യൂൻ ഓഫ് ദ്വയ എന്ന പേരിൽ ഷോ സംഘടിപ്പിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി നടന്ന ഓഡിഷനുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മെഗാ ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മന്ത്രി MK മുനീർ തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമരത്തിനിടെ പോലീസ് വെടിവയ്പിൽ കർഷകർ മരിച്ച മധ്യപ്രദേശിൽ 4-ൽ കൂടുതൽ പേർ കൂടി നിന്നാൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർദ്ദേശം. ഇതേ തുടർന്ന് കർഷകർ സമരം അവസാനിപ്പിച്ചു. കാർഷിക കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ധനസഹായം ഉണ്ടാകില്ല എന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3 കർഷകർ ആത്മഹത്യ ചെയ്തു. ഈ മാസം 16-ന് കർഷകർ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. കൊച്ചിയിൽ അപകടമുണ്ടാക്കിയ കപ്പലിലെ കപ്പിത്താന്റെയും മറ്റ് ജീവനക്കാരുടെയും അറസ്റ്റ് വൈകും. കപ്പലിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടങ്ങാൻ അന്വേഷണ സംഘത്തിനായില്ല. ഹൈക്കോടതിയുടെ അനുമതിയോടെ മാത്രമേ രേഖകളുടെ പരിശോധന തുടങ്ങാൻ സംഘത്തിന് സാധിക്കൂ. കപ്പലിൽ പരിശോധനയ്ക്ക് പോയ സംഘം ഇന്ന് പുലർച്ചെയോടെ കൊച്ചി തീരത്ത് മടങ്ങിയെത്തിയെങ്കിലും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടങ്ങാനായില്ല. വോയിസ് ഡേറ്റ റെക്കോർഡർ, ലോഗ് ബുക്ക്, നൈറ്റ് ഓർഡർ ബുക്ക്, ബെൽ ബുക്ക്, GPS ചാർട്ട്, GPS ലോഗ് ബുക്ക്, നാവിഗേഷൻ ചാർട്ട് എന്നിവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപകടമുണ്ടാക്കിയ കപ്പൽ ഇതുതന്നെയാണോ? കപ്പൽ ജീവനക്കാരുടെ വീഴ്ചയാണോ അപകട കാരണം? മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ? മുന്നറിയിപ്പ് നൽകിയിരുന്നോ? തുടങ്ങിയ കാര്യങ്ങൾ രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂ. ഹൈക്കോടതി അനുമതിയോടെ മാത്രമേ രേഖകളുടെ പരിശോധന ആരംഭിക്കാൻ കഴിയൂ. രേഖകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും തുടർ നടപടികൾ എന്തുവേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നില്ല. തുറമുഖ മന്ത്രാലയം കോടതിയെ സമീപിച്ച് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ അതുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കൂ. രേഖകളുടെ പരിശോധനയ്ക്ക് 5 മണിക്കൂറിലധികം വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. ഈ സാഹചര്യത്തിൽ കപ്പിത്താൻ ഉൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാരുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും വൈകിയേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ചർച്ചകൾക്കായി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നാളെ ദില്ലിയിൽ യോഗം ചേരും. BJP നിയോഗിച്ച 3-അംഗ സമിതിയും ഭരണ പ്രതിപക്ഷ പാർട്ടികളുമായി ഉടൻ ചർച്ചകൾ ആരംഭിക്കും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കാനിരിക്കെ തിരക്കിട്ട ചർച്ചകളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. NDA സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാളെ ദില്ലിയിൽ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ചില പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം. ഭരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്താൻ BJP 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി വെങ്കയ്യ നായിഡു എന്നിവരടങ്ങിയ സമിതിയും ഉടൻ ചർച്ചകൾ തുടങ്ങും. സമവായ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ളവർ തന്നെ രാഷ്ട്രപതിയാകണം എന്നാണ് BJP നേതൃത്വത്തിന്റെയും RSSന്റെയും താല്പര്യം. RSS നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും താല്പര്യത്തിനായിരിക്കും മുന്തിയ പരിഗണന. ജൂൺ 28 വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. നിലവിലെ പിന്തുണയനുസരിച്ചുള്ള അംഗബലം നോക്കിയാൽ ഭരണകക്ഷിയായ NDAക്ക് നേരിയ മുൻതൂക്കം അവകാശപ്പെടാമെങ്കിലും ശക്തനും പൊതുസമ്മതനുമായ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം അവതരിപ്പിച്ചാൽ മത്സരം കടുത്തതാകും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്.